പ്രണയസഖി ഭാഗം 26. പോകാം. ഞാൻ പൊക്കോളാം. എങ്ങോട്ട് പോകുന്ന കാര്യമാ നീ പറയുന്നേ? അത് ഫ്ലാറ്റിലേക്ക്. അതല്ലേ പറഞ്ഞത് ഞാൻ കൊണ്ടുവിടാമെന്ന്. അതല്ല, ഇവന് കാവൽ കിടക്കാനാണ്. ഇവിടെ നിന്നോ നീ ഞാൻ പറയുന്നത് കേൾക്കാതെ. ഗൗതം അത്രയും പറഞ്ഞ് അവളെ കൂടുതൽ നിർബന്ധിക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയതും പൂജ നിലത്ത് കിടക്കുന്ന കിരണിനെ നോക്കിയിട്ട് അവന് പിന്നാലെ ഓടി. അവൾക്ക് അവിടെ നിൽക്കും തോറും പേടിയായി തുടങ്ങിയിരുന്നു. പൂജ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടത് നിലത്ത് കിടക്കുന്ന കുറച്ച് പേരെയാണ്. അവരൊക്കെ കിരണിൻ്റെ ആളുകളാണെന്ന് അവൾക്ക് മനസ്സിലായി. ഒരു വലിയ ദുരന്തത്തിൽ നിന്നാണ് താൻ ഒഴിവായത്. ആ നിമിഷം അവൾ ഓർത്തു. പൂജ പെട്ടെന്ന് അവരെയെല്ലാം മറികടന്ന് അവന് പിന്നാലെ ഓടി. പഴയൊരു കെട്ടിടമായിരുന്നു. അതിന് പരിസരത്തൊന്നും വിളിച്ചാൽ കേൾക്കുന്ന ഒരു വീട് പോലുമില്ലെന്നുള്ള സത്യം അവൾ ആ നിമിഷം മനസ്സിലാക്കി. അതവളെ കൂടുതൽ ഭയപ്പെടുത്തിയെന്ന് പറയാം. അവൾ ചെല്ലുമ്പോഴേക്കും ഗൗതം കാറെടുത്ത് നീങ്ങിയിരുന്നു. അതെ, പോകല്ലേ. പൂജയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് ഗൗതമിൻ്റെ കാറ് പതിയെ നിന്ന്. ഒരു കണക്കിന് പൂജയ്ക്ക് അതൊരു ആശ്വാസവും പ്രതീക്ഷയുമായിരുന്നു. ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അവന്മാരാരെങ്കിലും ഉണർന്നു വന്നാൽ തന്നെ വെച്ചേക്കില്ല. അവർക്കുള്ള പക മറ്റാർക്കും തന്നോടില്ല. ചോര വാർന്ന് ബോധമറ്റ് കിടക്കുകയാണെങ്കിലും അവനൊരു അവസരം എഴുന്നേറ്റ് വരാനുണ്ടായാൽ അവൻ ഉറപ്പായും തന്നെ ആക്രമിക്കും. അത്രയ്ക്ക് പകയോടെയാണ് അവൻ തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ബോധം കെട്ട് കിടക്കുന്ന കിരണിനെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. അവൻ പോലും ചിലപ്പോൾ എഴുന്നേറ്റ് വരും. ഗൗതം തക്ക സമയത്ത് വന്നതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ അവനും അവൻ്റെ കൂടെയുള്ളവരും ചേർന്ന് എന്നെ കൊല്ലാക്കൊല ചെയ്തേനെ. അവൻ്റെ ലക്ഷ്യം എന്നെ കീഴ്പ്പെടുത്തിയെടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ലോകം മുഴുവൻ അറിയിക്കുക. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി ഗൗതം തന്നെ. ഗൗതമനോട് അവൾക്ക് നന്ദി തോന്നി. കാറിനടുത്തേക്ക് ചെന്നതും അകത്തേക്ക് കയറണോ വേണ്ടയോ എന്നറിയാതെ ഒരു നിമിഷം മടിച്ചു നിന്നവൾ. ഗ്ലാസ് താഴ്ത്തി അവൻ എന്തെങ്കിലും ചോദിക്കാതെ എങ്ങനെ അകത്തേക്ക് കയറി? അവൾ വലായ്മയോടെ നിന്നു. കയറുന്നില്ലേ നീ? ഉടനടി അവൾക്ക് മുന്നിലേക്ക് ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് ഗൗതമിൻ്റെ ശബ്ദം അവളെ തേടിയെത്തി. ഉണ്ട്, വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് ഫ്രണ്ട് ഡോർ തുറന്ന് അവൾ അകത്തേക്ക് കയറി എന്നതും അവൻ്റെ കാർ വേഗത്തിൽ നീങ്ങി. സമയം മുന്നോട്ട് നീങ്ങിയതും രണ്ടാളും ഒന്നും തന്നെ പരസ്പരം ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല. പൂജയ്ക്ക് ഇടയ്ക്കിടെ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ശ്രദ്ധ മുഴുവൻ ഡ്രൈവിങ്ങിലാണ്. പൂജയ്ക്കിപ്പോൾ അവനെ കാണുമ്പോൾ പഴയ ദേഷ്യമോ അകൽച്ചയോ ഇല്ല. വളരെ നന്ദിയോടെയാണ് അവൾ അവനെ നോക്കുന്നത് തന്നെ. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് മാറിയതാണെന്നും പറയാൻ കഴിയില്ല. നാളുകളായി മാറിത്തുടങ്ങിയ പലതിനും ഇന്നാണ് ശരിക്കും ഒരു രൂപമാറ്റമുണ്ടായതെന്ന് പറയാം. കിരൺ പറഞ്ഞതെല്ലാം മനസ്സിലാക്കി ഇങ്ങ് തികട്ടി വരുമ്പോൾ അടുത്തിരിക്കുന്നവൻ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നാൾ മുതൽ തൻ്റെ കാവലും രക്ഷകനുമൊക്കെയായിരുന്നു. അത് തിരിച്ചറിയാൻ പലതും കൈവിട്ടു പോകേണ്ടി വന്നു. അല്ലേലും ചിലതൊക്കെ തിരിച്ചറിയേണ്ടത് ഏറ്റവും അവസാന ഘട്ടത്തിലാണല്ലോ. പൂജ ശ്വാസമൊന്ന് വലിച്ചുവിട്ട് ഗൗതമിനെ നോക്കി. അവൾക്ക് എന്തോ അവനോട് പറയാനുണ്ട്. എങ്ങനെ സംസാരിച്ചു തുടങ്ങുമെന്നറിയാതെ പതുങ്ങുകയാണ്. പക്ഷേ പഴയ അകൽച്ച ഇപ്പോഴവനില്ല. മറിച്ച് ഒരടുപ്പമുണ്ട്. എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലെ. അവൻ തൻ്റെ ആരൊക്കെയോ ആണെന്നുള്ളൊരു തോന്നൽ. നന്ദി. വളരെ പതുക്കെയാണ് പറഞ്ഞത്. ഗൗതം അത് കേട്ടോ എന്ന് പോലും സംശയമാണ്. പക്ഷേ അവൻ്റെ ചിരി കാണുമ്പോൾ തന്നെ കളിയാക്കുവാണെന്ന് അവൾക്ക് സംശയമായി. ഗൗതം വന്നില്ലായിരുന്നെങ്കിൽ അവൻ എന്നെ. പൂജ വിതുമ്പിപ്പോയി. ഇനിയും അവന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പൂജയ്ക്ക് കഴിയില്ലായിരുന്നു. ബലമെല്ലാം ചോർന്നു പോകുന്നത് പോലെ. അത്രയും നേരം പിടിച്ചു നിർത്തിയ സങ്കടം കണ്ണുനീരായി പുറത്തേക്ക് വന്നു. അടുത്തിരിക്കുന്ന ഗൗതം കേൾക്കാതെ ഇരിക്കാനായി കൈകൊണ്ട് വാപൊത്തി പുറത്തേക്ക് മിഴികൾ പായിച്ചു. എങ്കിലും ഉള്ളിലെ തേങ്ങൽ അധിക നേരം അടക്കി നിർത്താൻ അവൾക്ക് കഴിയില്ലായിരുന്നു. ഓ, നിന്റെ കിരണേട്ടനല്ലേ? അവൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ? ഹാ. ഗൗതം പറയുന്നത് കേട്ടയാൾക്ക് അവൻ തന്നെ പരിഹസിച്ചതാണെന്ന് മനസ്സിലായി. അവനെയും കുറ്റം പറയാൻ പറ്റില്ല. എത്രയോ തവണ അവനോട് കിരണിനെ പറ്റിയും അവന് തന്നോടുള്ള സ്നേഹത്തെപ്പറ്റിയും പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ചെന്ന നാൾ മുതൽ അത് തന്നെയല്ലായിരുന്നു പണി. അന്നേരം അറിഞ്ഞിരുന്നു ഇന്ന് അതൊക്കെ തനിക്ക് നേരെയുള്ള മുള്ളായി മാറുമെന്ന്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എങ്ങനെയുണ്ട് പുതിയ ജീവിതവും ജോലിയുമൊക്കെ? സുഖമാണോ നിനക്ക്? പതിയെ മൂളി പൂജ. അവളാകെ തകർന്നു പോയിരുന്നു എല്ലാം കൊണ്ടും. ഗൗതം എങ്ങനെയാ ഇവിടെ? കിരണിനെ പിടിച്ചുകൊണ്ട് വന്ന കാര്യമൊക്കെ ഗൗതം എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും അറിഞ്ഞു വന്നെന്ന് കരുതിക്കോ. അതേതായാലും നന്നായില്ലേ? അതുകൊണ്ടല്ലേ നിന്റെ സ്നേഹനിധിയായ കാമുകനിൽ നിന്ന് നിന്നെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയത്. ഗൗതം അത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് ഒരു പരിഹാസച്ചിരിയുണ്ട്. എന്നു കരുതി അതൊന്നും നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല കേട്ടോ. ഇപ്പോഴും നിയമപരമായി നീ എൻ്റെ ഭാര്യയായിരിക്കുന്നിടത്തോളം
നിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അതൊക്കെ എന്നെയും കൂടി ബാധിക്കും. എനിക്കും എൻ്റെ കുടുംബത്തിനും കൂടിയാണ് അതിൻ്റെ മോശം. ആളുകൾ ഇതൊക്കെ എൻ്റെ കഴിവുകേടായി പറയും, അല്ലാതെ എന്നെ ആരും പുകഴ്ത്തി പറയാൻ പോകുന്നില്ല. ഗൗതം പറയുന്നതൊക്കെ കേട്ട് പൂജയുടെ മുഖം വാടി. എന്തൊക്കെയോ സത്യങ്ങൾ കേട്ടറിഞ്ഞ നിമിഷം മുതൽ തൻ്റെ മനസ്സിൽ തോന്നിയ ചെറിയ സന്തോഷമൊക്കെ ഒറ്റയടിക്ക് തല്ലി തകർന്ന് പോയിരിക്കുന്നു. പൂജ ഒന്നും മിണ്ടിയില്ല. ഏത് സാഹചര്യത്തിലാണ് താൻ ഗൗതമിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നെന്നുള്ള കാര്യം കൂടി ഓർക്കുമ്പോൾ ഇനി ഒരിക്കലും അവൻ തന്നെ സ്നേഹത്തോടെ ഒന്ന് നോക്കുക പോലും ചെയ്യില്ലെന്ന് അവൾക്കറിയാം. എന്തോ അതൊക്കെ ആലോചിക്കുമ്പോൾ കുറച്ചു മുന്നേ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ സങ്കടം തോന്നുന്നു. അവൻ്റെ അവഗണന സഹിക്കാൻ കഴിയാത്തതുപോലെ. കൂടെയുള്ള നാളിലൊന്നും ഇങ്ങനെയൊരു തോന്നലോ ചിന്തയോ ഒന്നും തന്നെ ബാധിച്ചിരുന്നില്ല. കിരൺ തന്നെ പിടിച്ചുകൊണ്ട് പോയതോ അവൻ പറഞ്ഞു പേടിപ്പിച്ചതോ ഒന്നും തന്നെ അവളുടെ മനസ്സിലില്ലായിരുന്നു. തനിക്ക് തിരുത്താൻ കഴിയാത്ത ചില ഇന്നലകളുടെ ഓർമ്മകളായിരുന്നു അവളെ വേട്ടയാടിയത് കൂടുതലും. നിനക്കെന്തെങ്കിലും കഴിക്കാൻ വേണോ, അതോ ഫ്ലാറ്റിൽ ചെന്നിട്ട് മതിയോ? കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്കൊടുവിൽ ഗൗതം തന്നെ ചോദിച്ചവളോട്. ചെന്നിട്ട് മതി. അവൾക്ക് എത്രയും വേഗം റൂമിലൊന്ന് ചെന്നാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും ഒരു കാര്യം അവളെ നോവിച്ചു. ഗൗതമിനെ ഇനി കാണാൻ കഴിയില്ലല്ലോ. എന്തോ നിയോഗം പോലെ അവൻ തന്നെ രക്ഷിച്ചെന്ന് കരുതി അവനും അവൻ്റെ കുടുംബത്തിനും ഞാൻ കാരണമുണ്ടായ ബുദ്ധിമുട്ട് മാറുമോ? വെറുപ്പ് ഇല്ലാതാവുമോ? ഇല്ല. അതിനുള്ള ഉത്തരവും അവൾക്ക് കിട്ടിക്കഴിഞ്ഞിരുന്നു. പിന്നീട് ഒന്നും മിണ്ടിയില്ല രണ്ടുപേരും. ഫ്ലാറ്റിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തിട്ടും അവൻ മറ്റേതോ വഴിയിലേക്ക് വണ്ടി ഓടിക്കുന്നത് കണ്ട് അവൾ സംശയത്തോടെ ഒന്ന് രണ്ട് വട്ടം അവനെ നോക്കി. ഇതിപ്പോൾ എങ്ങോട്ട് പോവുകയായിരിക്കും? അവൾ സ്വയം മനസ്സിൽ പറഞ്ഞു. ചോദിക്കാനുള്ള മടി കൊണ്ട് കുറച്ചു നേരം കൂടി ക്ഷമിച്ചെങ്കിലും രണ്ടും കൽപ്പിച്ചവൾ ചോദിക്കാൻ തീരുമാനിച്ചു. ഇതെൻ്റെ ഫ്ലാറ്റിലേക്കുള്ള വഴിയല്ല. അതിന് നമ്മൾ നിൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുവാണെന്ന് ആര് പറഞ്ഞു നിന്നോട്? പിന്നെ പിന്നെ എവിടേക്ക് പോകുക? പൂജയ്ക്ക് പരിഭ്രമമായി. എനിക്ക് അത്യാവശ്യമായി എൻ്റെ റൂം വരെ പോകണം. കണ്ടില്ലേ ഷർട്ടൊക്കെ മുഷിഞ്ഞിരിക്കുന്നത്. അവിടെ ചെന്ന് ഇതൊക്കെയൊന്ന് മാറിയിട്ട് നിന്നെ ഞാൻ ഫ്ലാറ്റിലേക്ക് കൊണ്ടാക്കാം. അത് വേണ്ട, ഞാനൊരു ഓട്ടോ വിളിച്ച് പൊക്കോളാം. അവനൊരു ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതി പൂജ പെട്ടെന്ന് ഇടയ്ക്ക് കയറി പറഞ്ഞു. തൽക്കാലം ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. നീ ഓരോന്ന് പറയാതെയും നോക്കാതെയും ചെയ്തതിൻ്റെയാണ് ഇപ്പോൾ ഞാൻ വരേണ്ടി വന്നത് നിന്നെ രക്ഷിക്കാൻ. അവൻ കുറച്ച് കനത്തിൽ തന്നെ പറഞ്ഞതും പൂജ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല. അവൻ പറഞ്ഞതും ശരിയാണല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. പരിചിതമല്ലാത്തൊരു സ്ഥലത്തേക്ക് അവൻ്റെ കാറ് ചെന്നതും പൂജ ചുറ്റിനും കണ്ണോടിച്ചു. ഗൗതം ഇവിടെ ഫ്ലാറ്റിൽ? അതിനർത്ഥം അവൻ ഇവിടെ വന്നിട്ട് കുറച്ച് നാളായെന്നല്ലേ? പൂജയ്ക്ക് മൊത്തത്തിൽ സംശയമായി. എന്തായിരിക്കും ഗൗതം ഇവിടെ വരാനുള്ള കാര്യം? ഇറങ്ങി വാ. അവൾ എന്തോ ആലോചിച്ചിരിക്കുന്നത് കണ്ടതും ഗൗതം ഡോറ് തുറന്ന് ഇറങ്ങുന്നതിനിടയിൽ പറഞ്ഞു. പൂജ മടിയോടെയാണേലും കാറിൽ നിന്നിറങ്ങി അവന് പിന്നാലെ. എൻ്റെ ബാഗും ഫോണും. പൂജ അപ്പോഴാണ് അതേപ്പറ്റി ഓർത്തത്. കിരൺ തന്നെ ബോധം കെടുത്തി കൊണ്ടുവന്നപ്പോൾ തോളിൽ കിടപ്പുണ്ടായിരുന്നു ബാഗ്. അത് കഴിഞ്ഞ് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ. അവിടുന്ന് പെട്ടെന്നുള്ള ധൃതിയിൽ പോന്നപ്പോൾ ഗൗതമിനോട് ബാഗിനെപ്പറ്റി ചോദിക്കാനും മറന്നുപോയി. പുറകിലെ ഡോർ തുറന്ന് എടുത്തോ, അവിടെ ഇരിപ്പുണ്ട്, ഞാൻ നടക്കുക. ഗൗതം അത്രയും പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നതും അവൾ ഒരു നിമിഷം അങ്ങനെ നിന്നു. അവൻ പോയതും പെട്ടെന്ന് ഡോർ തുറന്ന് ബാഗ് എടുത്തു. ഗൗതം അപ്പോഴേക്കും കുറച്ച് മുന്നോട്ട് നീങ്ങിയിരുന്നു. അവൾ വേഗത്തിൽ അവനൊപ്പം എത്താനായി നടന്നു. ഒന്നാമതേ ഒട്ടും അറിയാത്തൊരിടം. കുറച്ചു നേരം മുന്നേ തൻ്റെ ജീവിതത്തിൽ നടന്നതൊക്കെ അവളുടെ ഉള്ളിൽ അത്രത്തോളം ഭയപ്പാടുണ്ടാക്കുന്നുണ്ട്. എത്രയൊക്കെ അതിനെ വിട്ടുകളയാൻ നോക്കിയാലും പിന്നെയും അത് മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നത് പോലെ. ഗൗതം ലിഫ്റ്റിലേക്ക് കയറിയതും അവളും പെട്ടെന്ന് അവനൊപ്പം കയറി. അവൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ അവനെ ആകെ മൊത്തമൊന്നൊഴിഞ്ഞു. അതും ഗൗതം കാണാതെ. അത്ര വലിയ മാറ്റങ്ങൾ ഒന്നുമില്ല. താടിയൊക്കെ ഉണ്ട്. നേരത്തെ ചെറിയ രീതിക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴങ്ങനെയല്ല, കുറച്ച് കട്ടിക്കുണ്ട്. അതവന് കുറച്ചുകൂടി ഭംഗി തോന്നിപ്പിക്കുന്നു. പഴയ പോലെ തന്നെയാണ് വണ്ണമൊക്കെ. ആകെ മൊത്തം ഇപ്പോഴാണ് കുറച്ചുകൂടി നല്ലതായെന്ന് അവൾക്ക് തോന്നി. ശരിക്കും ഇന്നാണ് അവനെ താൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് പോലും. കൂടെയുണ്ടായിരുന്ന നാളിലൊന്നും ഇങ്ങനെ ഒരാൾ ഉള്ളതായി പോലും ഭാവിക്കാതെയാണ് നടന്നത് പോലും. ഗൗതമിൻ്റെ പിന്നാലെ അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദ്യം അവൻ്റെ മനസ്സിലുയർന്നു. അതേസമയം അവൻ വേഗത്തിൽ നടന്നു നീങ്ങുന്നത് കാണുമ്പോൾ തോന്നുന്നത് താനും അവനും തമ്മിലുള്ള ദൂരം ഇതുപോലെയാണെന്നാണ്. എത്രയൊക്കെ അടുത്തേക്ക് ചെന്നാലും ഇനി അവൻ ഇതുപോലെ അകന്നു പോയിക്കൊണ്ടേയിരിക്കും. തനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്രയും ദൂരേക്ക് അവൻ നീങ്ങിപ്പോയി കഴിഞ്ഞിരുന്നു. ആ സത്യം അവൾ മനസ്സിലാക്കി. ഒരു നിമിഷം പൂജയുടെ മനസ്സിലേക്ക് ഇതൊക്കെ പറയുമ്പോഴും കടന്നു വന്നത് താൻ അവനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള സത്യമായിരുന്നു.
ചില കാര്യങ്ങൾ വളരെ വൈകിയാണല്ലോ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ഹിരണി പോലും എത്രയോ തവണ ചോദിച്ചിട്ടും ഒന്നും ആലോചിക്കാൻ പോലും നിൽക്കാതെ ഒറ്റവാക്കിൽ നോ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം ഇന്നവൾക്കറിയാം. പൂജ ഒരു നിമിഷം അതെല്ലാം വിട്ടിട്ട് അവനൊപ്പം അകത്തേക്ക് കയറി. തുടരും.